ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഏതാണ് കൂട്ടുകാരി? ഈസ് കതിർ ചൂടും നാടിൻ പെരുമകൾ എന്നുള്ളതാണല്ലേ. ഓക്കെ, നമുക്കൊരു പ്രവേശകമായിട്ടൊരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ 2 സാക്ഷ്യപത്രങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ് കൂട്ടുകാരി സാക്ഷ്യപത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? നോക്കൂ, സംസ്ഥാനതല കർഷക അവാർഡ് 2022 കർഷക തിലകം സ്കൂൾ വിദ്യാർത്ഥിനി അല്ലേ. ദെൻ സംസ്ഥാന കർഷക അവാർഡ് കാർഷിക പ്രതിഭ സ്കൂൾ വിദ്യാർത്ഥിനി അർജുൻ അശോകനും എയ്സൽ കൊച്ചുമോനും സംസ്ഥാന കർഷക അവാർഡ് കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്. 2 സാക്ഷ്യപത്രങ്ങളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്തെന്ന് ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരി ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം? എന്തിനെക്കുറിച്ചുള്ളതാണ് നമുക്ക് മനസ്സിലായല്ലേ. ഇത് എന്തിനെക്കുറിച്ചുള്ളതാണ്? അതെ, എന്താണ്? കൃഷിയെക്കുറിച്ചുള്ളതാണല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം. അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് പ്രചോദനം നൽകുന്നു. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കണമെന്നാണല്ലോ ഈ സാക്ഷ്യപത്രങ്ങൾ പറയുന്നത്. നോക്കൂ, എന്താണ്? അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്കും അത് പ്രചോദനം നൽകുന്നു. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കണം. സംസ്ഥാന തലത്തിലുള്ള കർഷക അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടം തന്നെയാണ്. ചെറുതും വലുതുമായ അംഗീകാരങ്ങളാണ് നാം ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത്. എന്ത് നന്മ കണ്ടാലും അവരെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സാക്ഷ്യപത്രങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പ്രചോദനം എന്തെന്ന് എഴുതുക. ഓക്കെ, ദെൻ വയലുകളിൽ സംസ്കാരത്തിൻ്റെ വിത്തുകൾ മുളച്ചു, വളർന്നു, വിളഞ്ഞു, നമ്മളത് കൊയ്യുന്നു. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ ഏതാണ്? യെസ്, ഗ്രാമശ്രീകളല്ലേ. എന്താണ് കൂട്ടുകാരി ഈ ചാപ്റ്ററിൽ പറയുന്നത്? നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. എന്താണ്? നമുക്ക് കൃഷിയെക്കുറിച്ചാണല്ലേ പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? കൃഷിയെക്കുറിച്ചാണല്ലേ. അതായത് കേരളക്കരയിലെ ഗ്രാമഭംഗിയും ഗ്രാമ സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് ഇത്. യെസ്, കടത്തനാട്ടെ മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ എന്നുള്ള നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത. കാർഷിക സ്ത്രീകളാകുന്ന ഗ്രാമശ്രീകളുടെ കൈകൾ ചെളിയും പണിയുന്നതും ഞാറു നടുന്നതും കാവ്യാത്മകമായി ഒഴുക്കോട് പ്രതിപാദിപ്പിക്കുന്ന കവിത എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിയുടെ മഹത്വം ഉയർത്തി കാണിക്കുന്നതോടൊപ്പം തന്നെ കൃഷി ഒരു കലാസൃഷ്ടിയാണെന്ന സന്ദേശവും നൽകുന്നുണ്ട് ഈ കവിത. ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാനുണ്ടല്ലേ, സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? ചെളിയിൽ പണിയെടുക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, കവിത വായിച്ചു നോക്കിയാലോ. ഈ കവിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ കവിതയുടെ ആശയവും എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രാമശ്രീകൾ. നാണിച്ചു പോകുന്നു നീളൻ കുടചൂടി ജ്ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കെ, ഏതൊരു വിശ്വവിദ്യാലയത്തിലെങ്കിലും സോദരിമാരെ പഠിച്ചു നിങ്ങൾ. എന്താ വരികളിൽ പറയുന്നത് നോക്കൂ. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ജ്ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കെ, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. അപ്പം എന്താ കവയിത്രി പറയുന്നത്? കവയിത്രി ഇപ്പോൾ ചോദിക്കുകയാണല്ലേ, പറയുകയാണ്, നാണിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണ്? സ്ത്രീകൾ പാടത്ത് അധ്വാനിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണ്? യാതൊരു ജോലിയും ചെയ്യാതെ നീളം കുടയും ചൂടി പാടത്ത് നിൽക്കുന്ന എനിക്ക് നാണം തോന്നിപ്പോകുന്നു എന്നാണല്ലേ കവയിത്രി പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ. അല്ലയോ സഹോദരിമാരെ, ഏത് വിശ്വവിദ്യാലയത്തിൽ നിങ്ങളാണ് ഈ കാര്യങ്ങൾ പഠിച്ചതെന്ന് കവയിത്രി ചോദിക്കുകയാണ്. കൈവശമാക്കുവാൻ ഇക്കാല വൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു. കൈവശമാക്കുവാൻ ഇക്കാല വൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു. ഏത് അധ്യാപകനാണ് ഈ കലാദൈവം നിങ്ങളെ കലാവൈഭവം നിങ്ങളെ പരിശീലിപ്പിച്ചതെന്ന് ചോദിക്കുകയാണല്ലേ. കന്നിനെൽ കണ്ട് മുഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു. എന്താ പറയുന്നത്? കന്നി നെൽക്കണ്ട് മുഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു. അതായത് എന്താണ്? കർഷകർ കന്നിനെൽപ്പാടം മുഴുതു പറിച്ചപ്പോൾ എന്ത് വരുന്നു എന്നാണ് പറയുന്നത്? മണ്ണിൻ്റെ പുതുമണം എങ്ങും ഉയർന്നു എന്നാണല്ലേ ഈ വരികളിലൂടെ പറയുന്നത്. ദെൻ ഉണ്ണിക്കതിരോൻ്റെ പുന്നുകപ്പാടേറ്റു വിണ്ണിൽ വിളിപ്പാടും ചോന്നതല്ലോ. അതായത് ചുവന്ന കിരണങ്ങളേറ്റ് എന്ത് ചെയ്യാണ്? ആകാശമാകുന്ന പാടവും ചുവന്നു തുടുത്തു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ഇത് നെക്സ്റ്റ് നോക്കാം. അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണി ടന്നോഞ്ഞും ചൊല്ലി വിളിക്കയായി, വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു. ചെന്നിക്കൽ കെട്ടിച്ചിരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഏത് വരികളാണ് പറയാനുള്ളത്? യെസ്, അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞ് നീറ്റ് അന്യോന്യം ചൊല്ലി വിളിക്കുകയായി. എന്താ പറയുന്നത്? അതായത് അങ്ങേലും ഇങ്ങേലും അല്ലേ. അങ്ങേലും ഇങ്ങേലും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പരസ്പരം എന്ത് ചെയ്യാണ്? കർഷകം നേരം വെളുത്തു വരുമ്പോഴേക്കും സ്ത്രീകൾ എന്ത് ചെയ്യാണ്? പരസ്പരം പേരുകൾ ചൊല്ലി വിളിച്ച് പാടത്ത് പാഞ്ഞെത്തിക്കഴിഞ്ഞിരുന്നു. വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു. എന്താ പറയുന്നത്? വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ എന്ത് ചെയ്യാണ്? ഓലക്കിളികളൊക്കെ ചിലച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലേ പറയുന്നത്. ചെന്നിക്കൽ കെട്ടി ചിരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ. അതായത് ഇവിടെ എന്താ പറയുന്നത്? തലമുടി നെറ്റിയുടെ ഒരു വശത്ത് ചരിച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്യാണ് ഇവര്? മടിയിൽ മുറുക്കാൻ നോക്കൂ. കുന്തള ബന്ധങ്ങളിൽ തുമ്മാൻ പൊരുതിയുടുപ്പുടു തുമ്പകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി കാല് പുതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമരത്താർ വിടർത്തി. അപ്പം പറയാണ് തലമുടി നെറ്റി ഒരു വശത്ത് ചെരിച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്യാണ്? മടിയിൽ മുറുക്കാൻ പൊതി എന്ത് ചെയ്യും? തിരികെ വെച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാണ്? പുടവയുടെ തുമ്പ് അല്പം ഉയർത്തി കുത്തിയല്ലേ. അതായത് നോക്കൂ, തുമ്മാൻ ചെരുതി യുടുപ്പുടു തുമ്പകൾ ഒന്നുമേലാക്കം കയറ്റിക്കുത്തി കാലു പുതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമര താർ വിടർത്തി. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? പാടവരമ്പത്തെ ചെളിയിൽ എന്ത് ചെയ്യാണ്? പുടവയുടെ തുമ്പൊക്കെ അല്പം ഉയർത്തി കുത്തിയിട്ട് പാടവരമ്പത്തെ ചെളിയിൽ അവർ ഐശ്വര്യത്തിൻ്റെ താമരപ്പൂക്കൾ വിടർത്തുകയാണെന്നാണ് കവയത്രി ഈ വരികളിലൂടെ പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴ ഒന്നുപാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളന്തവും എങ്ങുമെങ്ങും. എന്താ പറയുന്നത്? മന്ദമുണരുകയാണല്ലേ. അതായത് ദിക്കുകൾ ഉയർന്നു. എങ്ങനെ? സാവധാനം. മന്ദമുണർന്നു ദിഗന്ധങ്ങൾ, ദിക്കുകൾ സാവധാനം ഉണർന്നു. നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പാറി. അപ്പം നേരിയ മഞ്ഞു പോലെ പൂമഴ പാറിയല്ലേ. ദെൻ പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളന്തവും എങ്ങുമെങ്ങും. എന്താണ്? മരങ്ങളും പാടവും കുടിലുകളും ചക്രവാളവും എല്ലാം എന്ത് ചെയ്യും? ഒന്ന് കുളിർന്നു നനഞ്ഞു എന്നാണല്ലേ പറഞ്ഞുള്ളത്. നോക്കൂ, ചക്രവാളന്തവും എങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞുഹ എന്തൊരു സുന്ദരാലാക്യം നീ കേരളമേ. എന്നിട്ട് പറയാണ് കേരളമേ നീ എത്ര മനോഹരമായൊരു ചിത്രമാണ് എന്നാണല്ലേ പറയുന്നത്. നോക്കൂ, ചക്രവാളന്തവും എങ്ങുമെങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞുഹ എന്തൊരു സുന്ദരാലാക്യം നീ കേരളമേ. ഇത്ര മനോഹരമായ ചിത്രമാണല്ലേ. കേരളത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് കവി ഇവിടെ പറയുന്നത്. അതായത് ദിക്കുകളൊക്കെ സാവധാനം ഉണർന്നിട്ട് നേരിയ മഞ്ഞു പോലെ പൂമഴ പാറി മരങ്ങളും പാടവും കുടിലുകളും ചക്രവാളമെല്ലാം ഒന്ന് കുളിർന്നു നനഞ്ഞു. കേരളമേ, ഇവിടെ നോക്കിയാണ് സുന്ദരാലേക്യം നീ കേരളമേ. ഒന്നു കുളിർന്ന് നനഞ്ഞുഹ എന്തൊരു സുന്ദരാലേക്യം നീ കേരളമേ. കേരളമേ നീ എത്ര മനോഹരമായ ചിത്രമാണെന്നാണല്ലേ കവയത്രി ചോദിക്കുന്നത്. അതായത് ഇവിടെ കവയത്രി എന്താ പറയുന്നത്? കേരളത്തെക്കുറിച്ചുള്ളൊരു വർണ്ണനയാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. കിക്കിളി കൂട്ടി ഉഴവും ചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽച്ചളിയിൽ മന്ദമിറങ്ങി നിരന്നു നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ. അരുമ മക്കൾ. അപ്പം എന്താ പറയുന്നത്? അതായത് നീർക്കുമിള അല്ലേ. നീർക്കുമിളകളൊക്കെ പൊത്തുന്ന വയൽപ്പാളിയിലേക്ക് പതുക്കെ ഇറങ്ങി ജോലി ചെയ്യുക എന്ത് ചെയ്യാണ്? കർഷക സ്ത്രീകളൊക്കെ നിരന്ന് നിൽക്കുകയാണല്ലേ. അവർ ആരാണെന്നാണ് കവയത്രി പറയുന്നത്? പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ. അവർ മണ്ണിൻ്റെ അരുമ മക്കളാണെന്നാണല്ലേ പറയുന്നത്. ദെൻ കൈകൾ കിണഞ്ഞു പടികയായി ഞാറിന്മേൽ കാൽകൾ ചെളിയിൽ കുതിക്കിയായി താഴെ വയലിൽ നിരയായി നിരയായി നീല നിരാളം വിരിയുകയായി. എന്താ പറയുന്നത്? അതായത് കാലുകളൊക്കെ ചെളിയിൽ താഴ്ത്തി അവർ എന്ത് ചെയ്യാണ്? വേഗത്തിൽ ഞാറുകൾ തട്ട് മുന്നേറുകയാണല്ലേ. അപ്പോൾ വയലിൽ നിരനിരയായിട്ട് ഞാറുകൾ നട്ടുപോകുന്നതിന് നീലക്കാവ് വിരിച്ചതുപോലെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. നീല നിരാളം വിരിയുകയായല്ലേ. നീലക്കാവ് വിരിച്ചതുപോലെയാണ് കവയിത്രി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ദെൻ വായുവിൽ കേരള വീരപാദാനങ്ങൾ ആലോല നർത്തനമാടുകയായി സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്തു മരവിച്ച മൽക്കരമേ. മഞ്ജുളം ഈ കലാസൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലിയർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പെത്ര നാട്ടിൻ നന്മകൾ നെയ്തെടുപ്പു. അപ്പം എന്താ പറയുന്നത് ഈ വരികളിലൂടെ? അതായത് കേരളത്തിലെ വീരകഥകളൊക്കെ വാഴ്ത്തിക്കൊണ്ടുള്ള
നാടൻ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് ആര് ജോലി ചെയ്യുന്നത്? കർഷക സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോല നർത്തനമാടുകയായി സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച മൽക്കരമേ. അതായത് എന്താണ്? തൂലിക പിടിച്ചുകൊണ്ട് കവിയുടെ കരങ്ങൾ എന്താണ്? നൊന്തു മരവിച്ചിരിക്കുന്നു എന്നാണല്ലേ പറയുന്നത്. അതായത് സ്ത്രീകളുടെ കലാസൃഷ്ടിക്ക് മുമ്പിൽ തൊഴുതു നിൽക്കുന്നു. ചേറിൽ താഴ്ത്തുന്ന ഈ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ ഐശ്വര്യങ്ങളും നന്മകളും നെയ്തെടുക്കുന്നതാണെന്നല്ലേ പറയുന്നത്. അതായത് ചേർക്കുണ്ടിൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്ര നാട്ടിൻ നന്മകൾ നെയ്തെടുപ്പു. നാടിൻ്റെ ഐശ്വര്യവും നന്മകളും നെയ്തെടുക്കുന്നത് ഈ ചേറിൽ താഴ്ത്തുന്ന ഈ മനോഹരമായ വിരൽ തുമ്പുകളാണെന്നാണ് ഈ വരികളിലൂടെ കവയത്രി പറയുന്നത്. ഈ കവിതയിൽ എന്താണ് കൂട്ടുകാരെ? സ്ത്രീകളുടെ അധ്വാനത്തിൻ്റെ മഹത്വം വെളിവാക്കുകയാണല്ലേ കവയത്രി. അപ്പോൾ നമ്മൾ നോക്കൂ, കടത്തനാട്ട് മാധവിയമ്മ ഗ്രാമശ്രീകളല്ലേ. അപ്പോൾ കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ നിന്നെടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യൻസായി നോക്കാം അല്ലേ. കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് അല്ലേ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണെന്നല്ലേ. വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ വിശ്വമാകുന്ന വിദ്യാലയം, അതായത് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് കൂട്ടുകാരെ? എന്താണ് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്? വിദ്യാലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് മാത്രമല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. പിന്നെയോ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എന്താണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ബാക്കി പഠിക്കുന്നത്? അതെ, കണ്ടും കേട്ടും അനുഭവിച്ചുമാണല്ലേ. അതായത് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് പഠിക്കാനുണ്ട്? പ്രകൃതിയിൽ നിന്ന് പഠിക്കാനുണ്ട്. കർഷക തൊഴിലാളികൾ പാടത്ത് പ്രയോഗിക്കുന്നത് ഗ്രാമത്തിലെ ഏത് വിദ്യാലയത്തിൽ നിന്നും നേടിയ അറിവല്ല, ലോകമാകുന്ന സർവകലാശാലയാണ് അവരുടെ വിദ്യാലയം. ഞാറു നടന്ന പെണ്ണുങ്ങൾ അതിലുള്ള അറിവ് നേടിയത് ഈ പ്രകൃതിയിൽ നിന്നാണ്. കണ്ടും കേട്ടും അനുഭവിച്ചാണ് അവർ അറിവുകൾ നേടിയത്. അതുകൊണ്ട് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെ കുറിച്ച് കവി പറയുന്നത് അല്ലേ. ഓക്കെ, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? എങ്ങനെയെല്ലാമാണ് കവിതയിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്? ഉദയസൂര്യൻ്റെ പൊന്നുകൊണ്ടുള്ള നുകത്തിൻ്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി ഇവിടെ പറയുന്നത്. പൊന്നിറമാകുന്ന സൂര്യൻ്റെ രശ്മികളെ കലപ്പയായി സങ്കല്പിച്ചിരിക്കുന്നു. അതിൻ്റെ കലപ്പയുടെ പാടേറ്റ് ആകാശം ചുവക്കുന്നു. പ്രഭാതത്തിൻ്റെ ആകാശം ചുവന്നു കാണുന്നതിനെ കാർഷിക വ്യക്തിയുമായി കൂട്ടിയിണക്കി ഒരു മനോഹര ദൃശ്യത്തെയാണ് കവിയുടെ അവതരിപ്പിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സുന്ദരാലേഖ്യം നീ കേരളമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ. നമുക്ക് കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ചോദ്യം നോക്കാം. എന്താണ് കർഷക സ്ത്രീകളെ ഗ്രാമസ്ത്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഗ്രാമത്തിൻ്റെ ഐശ്വര്യം ആരിലാണ്? കർഷക സ്ത്രീകളിലാണല്ലേ. ചേറിൽ നിന്നാണ് താമരപ്പൂ വിടരുന്നത്. ഇതുപോലെ മഹത്തായ പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അവരുടെ കലാസൃഷ്ടിക്ക് മുമ്പിൽ കവി തൊഴുതു നിൽക്കുന്നു. കർഷക സ്ത്രീകളുടെ മനോഹരമായ കൈകളാണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നത്. അവർ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണ്. കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രഭാതത്തിൻ്റെ ദിക്കുകൾ മെല്ലെ ഉണർന്നു അല്ലേ. നേരിയ മഞ്ഞുപോലെ മഴ പെയ്തു. പൂമഴ എന്നാണ് കവി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മരങ്ങളും പാടവും കുടിലുകളും ചക്രവാളവുമെല്ലാം ഒന്ന് നനഞ്ഞു കുളിർന്നു. ഈ കാഴ്ച കാണുന്ന കവി കേരളമേ നീ എത്ര മനോഹരമായ ചിത്രമാണെന്ന് പറയുകയാണല്ലേ. കേരളത്തെ മനോഹരമായ ചിത്രമായിട്ട് ഇവിടെ വർണ്ണിക്കുകയാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിശകലനം ചെയ്യാം. മഞ്ജുളം ഈ കലാസൃഷ്ടിക്ക് മുമ്പിലായി അഞ്ജലി അർപ്പിക്കുക അല്ലേ. കൃഷി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെ? കവിതയിൽ നിന്നുള്ള വരികളിലാണല്ലേ നമുക്ക് നൽകിയിട്ടുള്ളത്. ചോദിച്ചിരിക്കുകയാണ് കൃഷി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയാണ് കൃഷി കലാസൃഷ്ടിയാകുന്നത്? അതായത് ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലുള്ള മനോഹരമായൊരു കലയാണ് എന്ത്? അതേ കൃഷിയല്ലേ. അവരുടെ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി തൊഴുതു നിൽക്കുന്നത്.
കർഷക സ്ത്രീകൾ കൃഷിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയാണ്. അതുകൊണ്ടാണ് കൃഷി മികച്ച കലാസൃഷ്ടിയായി മാറുന്നത്. നിരനിരയായി ഞാറുകൾ നട്ടുപോകുന്നതിനെ നീലക്കസവ് വിരിച്ചതുപോലെ എന്നാണ് കവി വർണ്ണിക്കുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഈണം കണ്ടെത്താം, ചൊല്ലാം. വ്യക്തിഗതമായി കവിതയ്ക്ക് ഈണം കണ്ടെത്തൂ, ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് ഉചിതമായ ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലൂ. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് എന്താ നൽകിയിട്ടുള്ളത്, താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലേ. നമുക്ക് വായിച്ചു നോക്കാം. ഉർവിയെ പുഷ്പിക്കും കലപ്പോൾ നമുക്കത്ര നിർവൃതികരം സർഗ വ്യാപരമുണ്ടോ മഞ്ഞിൽ. വൈലോപ്പിള്ളിയുടെ വരികളാണല്ലേ നൽകിയിട്ടുള്ളത്. നോക്കൂ, ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. താരതമ്യ കുറിപ്പാണല്ലേ. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം അല്ലേ. വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന കവിതയിലെ വരികളാണ് നമുക്ക് മുകളിൽ നൽകിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം. വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി എന്ന കവിതയിലെ വരികൾ ഗ്രാമശ്രീ കവിതയുടെ ആശയവുമായി ഇണങ്ങിച്ചേരുന്നതാണ്. ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി പകർന്നു നൽകുന്ന സർഗപ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് കവി പറയുന്നത്. പാടത്ത് പണിയെടുക്കുന്ന കർഷക സ്ത്രീകളാണ് നമ്മുടെ നാടിന് ഐശ്വര്യമുണ്ടാകുന്നത്. മനോഹരമായ ഈ കൃഷിപ്പണികളുടെ മുൻപിൽ കവി കൈകൂപ്പി നിൽക്കാനാണ് മാധവി അമ്മ പറയുന്നത്. കൃഷി മഹത്തായ കലാസൃഷ്ടിയായിട്ടാണ് രണ്ട് കവികളും പറയുന്നത് അല്ലേ. ദെൻ പ്രയോഗ ഭംഗി കണ്ടെത്താം, വിശദീകരിക്കാം എന്നുള്ളതാണല്ലേ അടുത്ത പ്രവർത്തനം. ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൽ വിളിപ്പാടും ചോന്നിതല്ലോ. ഈ വരികളുടെ പ്രയോഗ ഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക. അപ്പോൾ ഈ ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൽ വിളിപ്പാടും ചോന്നൽ, ഈ വരികളുടെ പ്രയോഗ ഭംഗിയാണല്ലേ. എന്താണ് ഈ വരികൾ പറയുന്നത്, അതായത് ഉദയസൂര്യന്റെ പൊന്നുകൊണ്ടുള്ള നുകത്തിന്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണല്ലേ കവി വരികളിലൂടെ പറയുന്നത്. ദെൻ പൊന്നിറമാകുന്ന സൂര്യന്റെ രശ്മികളെ കലപ്പയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. അതിൻ്റെ കലപ്പയുടെ പാടേറ്റ് ആകാശം ചുവക്കുന്നു. പ്രഭാതത്തിൽ ആകാശം ചുവന്നു കാണുന്നതിന് എന്താണ്, കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കി ഒരു മനോഹര ദൃശ്യത്തെയാണ് കവിയുടെ അവതരിപ്പിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ചർച്ച ചെയ്ത് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നെക്സ്റ്റ് നമുക്കൊരു വരി ഏതെഴുതാം. നോക്കൂ, കാലുപുതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമര താഴ്വിടത്തി. ഈ വരികളിലൂടെ എന്താ പറയുന്നത്, ആ ചേറിൽ കാലൂന്നി നിന്നുകൊണ്ട് നാടിനെ സമൃദ്ധമാക്കുകയാണ് ആര്, കർഷക സ്ത്രീകളല്ലേ. അവർ വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ ചെളിയിൽ നിന്നാണ് ഐശ്വര്യത്തിൻ്റെ താമരപ്പൂക്കൾ വിടരുന്നത്. അതുപോലെ ചേറിൽ നിന്ന് നാടിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി അധ്വാനിക്കുകയാണ് അവർ. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കെ. നെക്സ്റ്റ് ലൈനായിട്ട് നമുക്ക് എഴുതാം. നാണിച്ചു പോകുന്നു നീളൻ കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കെ. ഈ വരികളിൽ എന്താ പറയുന്നത്, കർഷക തൊഴിലാളികൾ എന്താണ് ഒരു തൊപ്പിക്കുട പോലും ചൂടാതെ കനൽ വാരിയേറിയുന്ന സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഞാറു നടുന്ന കാഴ്ചയാണ് കവയത്രി കാണുന്നത്. നീളൻ കുടയും ചൂടി പാടവരമ്പത്ത് നിന്ന് ഈ കാഴ്ച കാണുന്ന കവയത്രിക്ക് ലജ്ജ തോന്നുന്നു. വെയിലേറ്റ് നിൽക്കുന്ന കർഷക സ്ത്രീകളിൽ നിന്ന് വിഭിന്നമായി ധനാഢ്യതയുടെ അഹതയിൽ വെയിലേൽക്കാതെ നിൽക്കുന്ന കവയത്രിക്ക് തോന്നും ലജ്ജയും ആത്മനിന്ദയുമാണ് നാണിച്ചു പോകുന്നു എന്ന പ്രയോഗത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലേ. നാണിച്ചു പോകുന്നു എന്ന പ്രയോഗത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നമുക്ക് എന്താണ്, വാഗ്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണചിത്രത്തിലേക്ക് അല്ലേ. കവിതയിൽ ധാരാളം വാഗ്മയ ചിത്രങ്ങളുണ്ടല്ലോ, അവ കണ്ടെത്തി വരകളും വർണ്ണങ്ങളും ചേർന്ന ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കുന്നു എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രവർത്തനം എന്താണ്, നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തു നോക്കുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ആശയപടം പൂർത്തിയാക്കാം, ആസ്വാദനം എഴുതാം. കോളങ്ങളിൽ ആസ്വാദനാംശങ്ങൾ എഴുതുക, അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഗ്രാമശ്രീകൾ ആസ്വാദന കുറിപ്പ്, കവിതയുടെ പ്രധാന ആശയങ്ങൾ, പ്രയോഗഭംഗി. നമുക്ക് എന്തൊക്കെ എഴുതാം ഇതിലെ ആശയപടത്തിൽ? രചയിതാവ്, വാഗ്മയ ചിത്രങ്ങൾ, അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ ആവർത്തനം, വർണ്ണനകൾ, ഈണം, താളം, ഇവയെല്ലാം എഴുതാമല്ലേ. ഓക്കെ, ഇതിന് തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് സ്വന്തമായും കൂട്ടുകാരുമായും ചേർന്നും ആശയം, വാക്യഘടന, പദം, അക്ഷരം, ചിഹ്നം എന്നീ തലങ്ങളിൽ എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആസ്വാദനക്കുറിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ചേർന്ന് ആശയം, വാക്യഘടന, പദം, അക്ഷരം, ചിഹ്നം എന്നീ തലങ്ങളിൽ
സ്ഥലങ്ങളിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നതും കൂടി മെച്ചപ്പെടുത്തുക. ഓക്കെ, നമുക്ക് നോക്കാം, ആസ്വാദനക്കുറിപ്പ് നോക്കാം. കേരളക്കരയുടെ ഗ്രാമഭംഗിയും സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ. പാടത്തു പരമ്പുകളിൽ കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളുടെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും സമൃദ്ധിയും കവയിത്രി വരച്ചു കാണിക്കുന്നു. കേരള കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക വേരുകളുടെ ഒരു പ്രധാന ഭാഗമാണ് കൃഷി എന്ന് ഓർമ്മിപ്പിക്കും കവിതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ ആശയം, ഭാഷാ ഭംഗി, വർണ്ണനകൾ, താളം, വാഗ്മയ ചിത്രങ്ങൾ എന്നിവയാണ്. ഉപമ, രൂപകം തുടങ്ങിയ അലങ്കാരങ്ങൾ കവിതയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. ഉണ്ണിക്കതിരോൻ, കുന്തളബന്ധം, സുന്ദരാലേഖ്യം, നീലനിരാളം തുടങ്ങിയ പ്രയോഗങ്ങൾ വായനക്കാരന് പുതിയ അനുഭവങ്ങൾ നൽകുന്നു. ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റു മിന്നിൽ വിളിപ്പാടും ചോന്നതല്ലോ എന്ന വരികളിൽ പ്രഭാത സൂര്യൻ്റെ പ്രകാശം പാടവരമ്പുകളിൽ നിറയുന്ന ദൃശ്യം കാണാം. മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ നനഞ്ഞു കുളിർന്ന പച്ചിലക്കൂട്ടം വായനക്കാരൻ്റെ മനസ്സിൽ ഒരു ഓർമ്മചിത്രം വരച്ചു കാട്ടുന്നു. ഗ്രാമസ്ത്രീകൾ കേവലം കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളുടെ ചിത്രീകരണം മാത്രമല്ല, അവരെ കലാകാരികളായും സൃഷ്ടികർത്താക്കളായും കൂടി അവതരിപ്പിക്കുന്നതാണ്. കൃഷിപ്പണി ഒരു കലാരൂപം പോലെയാണ്. അവരുടെ കരങ്ങൾ കൊണ്ട് അവർ ഭൂമിയെ സുന്ദരമായ ചിത്രപടമാക്കി മാറ്റുന്നു. ചേറിൽ താഴ്ത്തുന്ന അവരുടെ വിരലുകൾ നാടിൻ്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നുവെന്ന് കവി വാഴ്ത്തുന്നു. ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്ന ഗ്രാമസ്ത്രീകൾ രചിക്കുന്ന മനോഹര സൃഷ്ടിക്ക് മുന്നിൽ കവയത്രി ഭക്തിപൂർവ്വം തൊഴുതു നിൽക്കുന്നു. അവരുടെ മുന്നിൽ താനാര്, തൻ്റെ കവിതയെന്ത്? നാടിനെ സമൃദ്ധമാക്കുന്ന ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായ ഗ്രാമസ്ത്രീകൾ തന്നെയാണ് അവർ എന്നാണ് കവയത്രി പറയുന്നത്. ഗ്രാമസ്ത്രീകൾ എന്നത് ഗ്രാമീണ ജീവിതത്തിൻ്റെയും അതിലെ ജനങ്ങളുടെയും മനോഹരമായ സ്പർശന സഹജവുമായ ചിത്രീകരണമാണ്. പ്രകൃതിയുടെയും സംസ്കാരത്തിൻ്റെയും ആഘോഷം, സ്ത്രീ ശക്തിയുടെ ആദരവ്, ഭാഷയുടെ ലളിതമായ സൗന്ദര്യം എന്നിവയിൽ സമ്പന്നമായ ഈ കവിത എല്ലാ വായനക്കാരെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് എന്താ നൽകിയിട്ടുള്ളത്, പഴഞ്ചൊൽ കേളിയാണല്ലേ. കൃഷി ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൊൽ കേളി നടത്തുക. അപ്പോൾ ഇവിടെ ഏതാനും കൃഷി ചൊല്ലുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൃഷി ചൊല്ലുകളൊക്കെ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൊൽ കേളി നടത്തുക. ഓക്കെ, നമുക്ക് നോക്കാം. കാലം കഴിഞ്ഞാൽ വിതയും മൂലയും മുളയ്ക്കില്ല. ദെൻ വിത്ത് ഗുണം 10 ഗുണം. നെക്സ്റ്റ് എഴുതാം. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും. ദെൻ കുമ്പത്തിൽ ചേന കുടത്തോളം. ദെൻ സൂര്യൻ ഉദിച്ചാലേ താമര വിരിയും. വിഷു കണ്ട് വിതച്ചാൽ ഓണമുണ്ണാൻ കൊയ്യാം. വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ ചീരയും നനയും. ഏറെ വിളഞ്ഞാൽ വിത്തിനാകാം. കായ്ക്കുന്ന മരത്തിനെ ഏറുകൊള്ളൂ. ചോതി വർഷിച്ചാൽ ചോറിന് പഞ്ഞമില്ല. അപ്പോൾ ഏതാനും കൃഷിച്ചൊല്ലുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, കൂടുതൽ ശേഖരിച്ച് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ പഴഞ്ചൊൽ കേളി നടത്തുക. ദെൻ ചൊൽക്കാഴ്ചയിലേക്ക്. കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ ശേഖരിച്ച് ചൊൽക്കാഴ്ച സംഘടിപ്പിക്കുക. ചൊൽക്കാഴ്ചയുടെ വീഡിയോ ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, കുറേ നാടൻ പാട്ടുകൾ ഇവിടെ നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ശേഖരിച്ച് ചൊൽക്കാഴ്ച നിങ്ങളുടെ ക്ലാസ്സിൽ സംഘടിപ്പിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണല്ലേ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കവിതയുടെ ആശയം, കവിതയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.